ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയ് പ്രഖ്യാപിച്ച ശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ നിരാശരാക്കിയത് കോമൺ ടാഗിൽ ഇത്തവണ മത്സരിച്ച അനീഷിന് വിജയിക്കാനായില്ല എന്നതുകൊണ്ടാണ്. അനുമോൾക്ക് കപ്പ് ഉയർത്തിയത്. പി ആർ ലക്ഷ്യങ്ങൾ നൽകിയാൽ അനുമോളിൽ നിന്നല്ല ആർക്കും കപ്പ് നേടാൻ കഴിയുമെന്ന് പ്രേക്ഷക പ്രതികരണങ്ങൾ വരുന്നു. ഇപ്പോഴിത് അനീഷിന്റെ ബിബിയിലെ പ്രകടനത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും നാട്ടുകാരായ പറയുന്നതാണ് ഇപ്പോൾ പറയുന്നത്. അനീഷ് വിന്നറാകാതിരിക്കുന്നതിൽ വിഷമമുണ്ടെന്നും എന്നിരുന്നാൽ ജനമനസ്സിൽ അനീഷ് ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞുവെന്നും നാട്ടുകാർ പറയുന്നു. അനീഷിന്റെ പേരിൽ വന്ന ആരോപണങ്ങൾ കരിവാക്ക് തേക്കുന്നതിന്റെ ഭാഗം മാത്രമാണെന്ന് നാട്ടുകാർ പറയുന്നു. അനീഷിന് കപ്പ് കിട്ടാത്തതിൽ വിഷമമുണ്ട്. അനീഷ് ഓൾറെഡി കപ്പ് നേടിക്കഴിഞ്ഞു. 2 കപ്പ് അവന് കിട്ടി. അതിലൊന്ന് സ്ത്രീകളെ ബഹുമാനിച്ചതിനും മറ്റൊന്ന് ക്ഷമിക്കും. ആദിലയെ 50 ദിവസം കഴിഞ്ഞപ്പോൾ പുറത്താക്കണമായിരുന്നു. അവസാനം അവൾ എന്ത് കളിയാണ് കളിച്ചത്? അതുപോലെ പുറത്തായ മത്സരാർത്ഥി എന്തിനാണ് വീണ്ടും കൊണ്ടുവന്നത്? അവർ എന്താണ് അവിടെ കാണിച്ചത്? പിന്നെ കപ്പ് ആര് വേണമെങ്കിലും ഉയർത്തിക്കോട്ടെ. അനീഷിനെ മലയാളികൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. മലയാളികളെ പൊട്ടന്മാരാക്കിയതുപോലെയാണ് ഫൈനൽ വിജയം പ്രഖ്യാപിച്ചപ്പോൾ. ഇനി ഈ സീസൺ 8 കൊമേഴ്സ് മത്സരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു പാവയുമായി പോകുക. അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത് അപ്പുറത്തുള്ളത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഫുഡിൻ്റെ പേരിൽ അടിയുണ്ടാക്കുക, ശേഷം മാറിയിരുന്ന് കരയുക. അത്രമാത്രം ചെയ്താൽ മതി. ഗെയിം കളിക്കണ്ട. കരയുന്നവർക്ക് കപ്പ് കിട്ടുമല്ലോ. ഗെയിം എന്ന സംഭവം അവർ കളിക്കേണ്ട സ്ഥിതിയായി. കരഞ്ഞു നേടിയ കപ്പാണ് അനുവിൻ്റെ കയ്യിലുള്ളത്. പരീക്ഷ എഴുതിയില്ലെങ്കിലും കളിച്ച് നേടുന്നവന് കപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ ഷോ നിർത്തിവെക്കണം എന്നാണ് നല്ലത്. അനീഷ് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. എല്ലാവരെയും പി ആർ വെക്കുകയാണെങ്കിൽ ജനത്തിൻ്റെ വോട്ട് ആവശ്യമെന്താണ്? അതുപോലെ പ്രണയം അനു അഭിനയിച്ചു. ആദിലയും നൂറയുടെയും വാക്കുകേട്ട് അനു അനീഷിനെ പൊട്ടനാക്കാൻ നോക്കി. അനുമോൾ ഗെയിം കഴിച്ചു. അനീഷിൻ്റെ വോട്ട് കൂടാൻ ശ്രമിച്ചു. നെവിൻ ടൈം പാസ്സാണ്. അവന് ഷോയിൽ വേണം. പുറത്ത് ആൾക്കാർ ഷോ കാണുന്നുണ്ട് ബോധം മത്സരാർത്ഥിക്ക് വേണം. അല്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോൾ തന്നെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് തോന്നിയിരുന്നു. ആദില വെറും വിഷമാണ്. അവൾക്ക് സൗഹൃദത്തിൻ്റെ അർത്ഥം അറിയില്ല. നൂറയ്ക്കും അതിൽ പങ്കുണ്ട്. സീസൺ 7 അനീഷിൻ്റെ പേരിൽ അറിയപ്പെടും. ഇനി ആ വൃത്തികെട്ട ഷോ കാണത്തില്ല. അനീഷ് ഒരു പെണ്ണിനോട് പോലും മോശമായി പെരുമാറുകയോ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ ക്ലാരിറ്റി. വീട്ടിൽ പഠിച്ചതല്ലേ പുറത്തിറങ്ങിയാലും കാണിക്കൂ. ഈ സീസണിൽ റോക്കി ഉണ്ടാകുമായിരുന്നു. ആരും അമ്മയ്ക്കോ അപ്പനോ വിളിക്കുമായിരുന്നില്ല. അനീഷ് 6 മാസം മാത്രമേ ഭാര്യയ്ക്കൊപ്പം ജീവിച്ചിട്ടുള്ളൂ. പിന്നീട് ചെറിയ പ്രശ്നങ്ങളായി ഇരുവരും വേർപിരിഞ്ഞു. എല്ലാം നടന്ന് 4-5 വർഷങ്ങളായി. ആ പെണ്ണ് വേറെ വിവാഹം ചെയ്തു. അനീഷിനെ കറിവെക്കാനാണ് ഡിവോഴ്സ് കേസും എഫ്ഐആറും വീണ്ടും ആളുകൾ പൊന്തിച്ചു കൊണ്ടുവന്നത്. അവന് കുഞ്ഞുങ്ങളൊന്നും ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു.